ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വിഷുവിൻ്റെ അന്നത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാനിന്ന് ഇടാൻ പോകുന്നത് കാരണം വെച്ചാൽ വിഷു കഴിഞ്ഞിട്ട് ഇപ്പോൾ 4-5 ദിവസമായി എന്നറിയാം. അപ്പം ഇടാൻ പറ്റാത്തതെന്ന് വെച്ചാൽ ഞാൻ ഓരോ തിരക്കിലായിട്ട് എൻ്റെ ഫോൺ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് എൻ്റെ ഫോൺ കാണുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ വാവട്ടൻ്റെ ഫോണിനായിരുന്നു വീഡിയോ എടുത്തിന്. അപ്പോൾ ഞാൻ വീട്ടിൽ പോയ സമയത്ത് എനിക്ക് ഞങ്ങൾ വീഡിയോ എയർ ഡ്രോപ്പ് ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ എൻ്റെ ഫോണിലേക്ക് സെൻഡ് ചെയ്താൽ ക്ലിയർ ഉണ്ടാവില്ല തോന്നി. അപ്പോൾ അങ്ങനെ ഞാൻ മറന്നു പോവും വീഡിയോ സെൻഡ് ചെയ്യാനും കാര്യങ്ങളൊക്കെ. പിന്നെ ഇപ്പം കണ്ടത് രാവിലെ തന്നെ എണീറ്റ് ഞാൻ എന്താന്നൊക്കെ നോക്കി നിൽക്കുന്ന ഇതെന്താ സംഭവം എന്നൊന്നും മനസ്സിലാവാതെ അങ്ങനെ കിടക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ രാവിലെ തന്നെ ഉറക്കത്തിൽ നിന്ന് എണീപ്പിച്ചതിൻ്റെ ഒരു ഇതാണ് വിഷുക്കണി. അപ്പോൾ രാത്രി ഇതൊക്കെ കണ്ടിട്ടാണ് കിടന്ന്. എന്നാലും എന്താണെന്ന് മനസ്സിലായില്ല. പിന്നെ പൂത്തിരിയൊക്കെ നെൽച്ചക്കരമൊക്കെ കത്തിക്കുന്ന കണ്ട് കുറച്ച് നേരം നോക്കിയിരുന്നു. എന്നാലും ആൾ ശരിയായില്ലായിരുന്നു. പിന്നെ ഒരു പ്രാവശ്യം പോയി ഉറക്കിയതിന് ശേഷമാണ് ഒന്ന് ശരിയായത് കേട്ടോ. അപ്പം ഞാൻ ഇത്ര ഫോട്ടോ എടുക്കാൻ വേണ്ടി വിളിച്ചിട്ടു വന്നിട്ടൊന്നുമില്ലേ. ഞാൻ അവനെ പിടിച്ച് വലിച്ച് ഞാൻ ഫോട്ടോ എടുക്കാനൊക്കെ നോക്കുകയാണ്. അങ്ങനെ ഇപ്രാവശ്യം നേരത്തെ തന്നെ എല്ലാ പണികളും ഏകദേശം കുറേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് ചോറും കറിയും ഉപ്പേരിയും അങ്ങനത്തെ ഒക്കെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പായസം ഉണ്ടാക്കാനും മീൻ പൊരിക്കാനും മാത്രമേ ഉണ്ടായിരുന്നു. കുറച്ച് അതായിട്ട് എന്താണ് 2 വാക്ക് വിഷുവിനെ കുറിച്ച്? എന്തായോ നല്ല വീരു ആയുനാ അത് പച്ചടി ചോന്നടി അത് മഞ്ഞടി പുളിയിഞ്ചി പിങ്ക് വൈറ്റ് യെല്ലോ ഉണ്ട്. കൂട്ടുകറി ഏത് ഓലോൻ ഉപ്പേരി അതാണ് പുളിയിഞ്ചി. തോണ്ടല്ലേ ആയില്ല വിളമ്പി കഴിഞ്ഞിട്ട് ആയില്ല കേട്ടോ. അതിനെല്ലാം വിളമ്പട്ടെ. പപ്പടം വെക്കണോ? ഉപ്പ് തിന്നല്ലേ? വലിയ പപ്പടം ഉപ്പ് തിന്നിട്ട് എരിയും മുറി ഉണ്ടല്ലേ എരിയൂട്ടോ. ചോറ് മീമിണ്ട് നോക്ക്. ഉപ്പ് തിന്നല്ലേ? ഉപ്പ് തിന്നാലേ പൂക്കുണ്ടെങ്കിലേ എരിയും. മോര് വിരട്ടിയില്ല മാറ അച്ഛ ഇല്ല. കൂട്ടി കഴിച്ച് തിന്നാണേ, എല്ലാം കൂട്ടി കഴിച്ച് തിന്നണേ. അങ്ങനെ ആദ്യത്തെ സദ്യ തിന്നാണ് കേസ്. സൂപ്പറാണോ ഫുഡ്? സൂപ്പറാ. ഇക്കൊല്ലത്തെ വിഷു സദ്യ കഴിക്കാൻ പോവാണ് കേസ്.
ഇതുണ്ടായി ഓനെന്തേന്ന് കിട്ടിയാ അതിനോട് ചാനലിൽ കയറാനാ നല്ല നാരങ്ങ വേണം നാരങ്ങ കിട്ടിയില്ല പൊട്ടിച്ച് നാരങ്ങ ആരെ പൊട്ടിക്കുന്നേ ഇവിടുന്ന വലിയ വർക്കുമല്ല ആ വീഡിയോ കിട്ടിയില്ല എന്താ പറയാ വള്ളിമ ചാടിപ്പോയതാ കണ്ടോ അതിമ തട്ടി കിട്ടി പിന്നെ കൊറേ മാങ്ങ കിട്ടി ഊഞ്ഞാലടിക്കായോ അങ്ങനെ ഞങ്ങള് ഫെബീന്റെ വീട്ടിലേക്ക് വന്നു കേട്ടോ. ഇവിടെ അടിപൊളി മാങ്ങ ഉണ്ട്. ഇറങ്ങിയ സമയത്ത് നല്ല കാറ്റാണ്. കൊറേ മാങ്ങ കിട്ടിയില്ലേ വെച്ച് കൊറേ മാങ്ങ കിട്ടിയില്ലേ? അയ്യോ ആരും നോക്കല്ലേ. കൊറേ മാങ്ങ കിട്ടിയിട്ട് നല്ല അടിപൊളി മാങ്ങ. ആയും ശാലിയും കൂടി ഇതാ ഊഞ്ഞാല് ചാടുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ നേരെ ഇങ്ങി ആതിരേന്റെ വീട്ടിലേക്കാണ്, കസിന്റെ വീട്ടിലേക്കാണ് കേട്ടോ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ഇനി ഞങ്ങൾക്ക് കക്കാടംപൊയിൽ പോണം. സോറി അല്ല എവിടെയാണ് ഉറുമിയില്ലേ, ഉറുമി പോണെന്ന് വിചാരിച്ച്. നല്ല മഴയും കാറ്റൊക്കെ അതിനോട് എന്താ അറിയില്ല, അവിടേക്ക് പോകലുണ്ടാവില്ല. ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുത്ത് നല്ല കാറ്റാണ്, നല്ല വാങ്ങുണ്ട്. അപ്പൊ ആരും കാറ്റ് വെച്ചിട്ട് പേടിച്ചു. എന്തായോ എന്താ കിട്ടിയോ? പോകൂലേ കുട്ടിയെ കെട്ടിക്കല്ലേ ഐസ് ബോട്ടിൽ കയറി ഞങ്ങള് ഐസ് കഴിക്കാൻ വേണം. എന്നിട്ട് ഞങ്ങള് ഉറുമി വാട്ടർഫോൾസിലേക്കാണ്. സ്ട്രോബെറി ഞങ്ങൾ ഐസൊക്കെ കഴിച്ചതാ പോവാണ് ഉറുമി. അതിനെന്താ സന്തോഷം. നല്ല വെള്ളമുണ്ട് തോന്നുന്ന. ഓ അടിപൊളി വെള്ളമുണ്ട്. അയ്യോ ഒലിച്ചു പോവോ? വെള്ളം കൂടുതലാ. അയ്യോ നീന്ത ഏടാ കാണിച്ചേട്ടാ, നീന്തി കാണിച്ചേട്ടാ. എങ്ങനെ നീന്തി കാണിച്ചേട്ടാ?
ചാടുക അയ്യോ അങ്ങനെ ആക്കല്ലേ തല അടിച്ചു പോ ഓന് ചാടുക ബൈക്ക് കുറച്ച് പേടിയുണ്ട് അടുക്കാൻ പോണ് മാറി മാറി അയ്യോ ഓനതാ വേണ്ടത് നിരങ്ങുക വേണ്ട ആടുന്ന് നീ അങ്ങനെ കളിക്കല്ലേ ആയി പൊളിച്ച് വരാം ബൈക്ക് അപ്പോൾ ഫുഡൊക്കെ കഴിക്കാൻ സലാമക്കായും ഫാമിലിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് കഴിച്ച് നേരെ ഞങ്ങൾ കുളിക്കാൻ പോകുന്ന പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് ഉറുമിയിലേക്കായിരുന്നു പോയത്. അങ്ങനെ അതിന് ഭയങ്കര സന്തോഷമായിട്ട് ഉറുമിയിൽ പോയത്. അങ്ങനെ അവിടെ ചെന്ന് കുളിയൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഡ്രസ്സൊക്കെ മാറ്റി ഞങ്ങൾ നേരെ വീട്ടിലേക്കാണ് കേട്ടോ പോയത്. അപ്പോൾ ഇന്നത്തെ ഈ വിഷുവിൻ്റെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.